ജ്യൂസ് ഉണ്ടാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഫ്രൂട്ടാണ് പൈനാപ്പിളും ഓറഞ്ചും. ഇതും പറഞ്ഞിട്ട് പൈനാപ്പിളും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനൊന്ന് ജ്യൂസിന്റെ ഷേക്കിന്റെ റെസിപ്പി ഒന്നും അല്ല കാണിക്കാൻ പോകുന്നത്. കുറച്ച് പേരെങ്കിലും എന്നോട് കമന്റ് സെക്ഷനിൽ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ഇടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പൈനാപ്പിൾ എനിക്ക് ഫേവറേറ്റ് ആണെങ്കിലും ഇതിന്റെ തൊലിയും മുള്ളൊക്കെ ചെത്തിയെടുക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് ആണ്. കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത പൈനാപ്പിളിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇനി അരപ്പിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. വെന്തു വന്ന പൈനാപ്പിളിലോട്ട് സ്റ്റൗവിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, തിളച്ചു പോകരുത്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ അടിച്ചെടുത്ത് തൈരും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. തീർന്നില്ല, അവസാനം കുറച്ച് ഉലുവയും കടുകും വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിടുമ്പോഴത്തേക്ക് സംഭവം സെറ്റ്. പലരും പല രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.